എന്റെ ഭഗവാനെ, എന്റെ മണ്ണാരില്ല അമ്മേ. എടി സുഗന്ധി, എന്താ അമ്മ, എന്തിനാ അമ്മ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? എത്ര നേരം കൊണ്ട് കിടന്ന് വിളിക്കുന്നടി ഞാൻ? എന്തിന്? എന്റെ കാലിൽ നിന്ന് ടർപ്പന്റെ തൈലം ഒന്ന് തേച്ചതാകട്ടെ. അമ്മ തൈലം തേച്ചിട്ട് ഇപ്പൊ ഞാൻ അകത്തോട്ട് പോയതല്ലേ ഉള്ളൂ അമ്മേ. വീണ്ടും വേദന തുടങ്ങിയടി ഈ തൈലം തേച്ച അങ്ങോട്ട്. എന്തൊരു കഷ്ടമാണെന്ന് പറയണേ. എന്താ എത്ര നേരമായിട്ട് നിന്നോട് ഞാൻ പറയണേ എനിക്കിത്തിരി വെള്ളം ചൂടാക്കി തരാൻ, നീ അത് ചെയ്യണ്ട. അച്ഛാ, ഞാൻ 2 തവണ കുളിമുറിയിൽ വെള്ളം ചൂടാക്കിക്കൊണ്ട് വെച്ചില്ലേ? ഇവിടെ ഇരുന്നാ എന്നിട്ട് അച്ഛൻ ടിവിയും കണ്ടോണ്ടിരിക്കുവല്ലായിരുന്നോ? അപ്പൊ വെക്കവിടെ ഞാൻ വെള്ളം ചൂടാക്കി വെക്കാം, പോയി കുടിച്ചോണം. ഓ, ഷർട്ട് തെറ്റി വെച്ചായിരുന്നു. എന്റെ ചേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ അമ്മയ്ക്ക് കുഴപ്പിട്ട് കൊടുത്ത്, അപ്പൊ പറഞ്ഞ അച്ഛന് വെള്ളം ചൂടാക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഷർട്ട് കേൾക്കാൻ പറ്റിയില്ല. എന്നിട്ട് നീ എന്തെങ്കിലും ചെയ്താൽ നിനക്ക് കുഴപ്പമിട്ട് ഇപ്പഴല്ലേ തന്നത്? ഇപ്പം പറഞ്ഞപ്പോ ഇപ്പം കൊണ്ട് ഇത്തിരി തേച്ചവള അങ്ങ് വെച്ചവള. നിനക്ക് ഷർട്ട് തയ്ച്ചെന്താടാ? എവിടെ? എനിക്ക് വെള്ളം ചൂടാക്കാൻ പറയട്ടെ, അത് ചെയ്തിട്ട് കൊടുക്ക്. വൃത്തികെട്ടോളെ, എന്തായാലും കുഴമ്പ് തേച്ച് കൊടുക്കത്തല്ലേ അമ്മയ്ക്ക്? ഞാൻ തേച്ചു കൊടുത്തായിരുന്നു. എനിക്ക് 2 കൈയല്ലേ ഉള്ളു ചേട്ടാ. കണ്ട വീട്ടിലൊക്കെ പെണ്ണുങ്ങൾക്ക് 6 കൈയാണോ ഉള്ളത്? അതല്ല ചേട്ടാ, ഞാൻ ഓടി നടന്ന് വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യുമല്ലേ. എന്നിട്ട് ഒരു ഇച്ചിരി സ്നേഹം നിങ്ങൾ ഉണ്ടരുത്. നോക്കി നിൽക്കാണ്ട് തേച്ചു കൊടുക്കണേ കുഴമ്പ്. ഇവിടെ അയ്യോ എന്റെ പൊന്നമ്മച്ചേ, എന്റെ പൊന്നമ്മച്ചേ, ഇല്ലാത്ത പൈസക്ക് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് വെച്ച എന്റെ ടർപ്പന്റെ തൈല ഈ മൂതവി പെണ്ണ് കളഞ്ഞേ. എന്റെ അമ്മയുടെ കരപ്പന്റെ തൈലം. കലപ്പനല്ലടാ, തിരുപ്പൻ. തിരുപ്പനല്ലെന്ന് ടർപ്പൻ. മോള് കരയണ്ട, അച്ഛൻ കാര്യങ്ങൾ പറഞ്ഞുതരാ. എടി, ഇവൻ ഈ ഷർട്ട് തേച്ച് മടക്കി ഇവിടുന്ന് കാലത്തെ പോണത് എന്തിനാണെന്നറിയാമോ? കണ്ട റബ്ബർ തോട്ടത്തിലിരുന്ന് ചീട്ട് കളിക്കാനാണ്. അതിന്റെ കൂടെ നല്ല നാടൻ മാറ്റും പെണ്ണ് പിടിക്കണ്ടെന്ന് എനിക്ക് അറിഞ്ഞു കൊടുത്ത. അതുകൊണ്ട് എന്റെ മോള് പൊറുക്ക്. അല്ല, സുഗന്ധിക്കെന്നാടി മീശ വന്നത്? എനിക്ക് മീശ മാത്രമല്ല, താടിയുണ്ട്. സുരേഷേ, അപ്പൊ അച്ഛൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്തരം അപവാദങ്ങള് നിന്റെ ഭാര്യനോട് വന്ന് പലരും പറഞ്ഞു കൊടുക്കണട്ടാ. അത് നീ ഒന്ന് ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം. അതാണ് അച്ഛൻ പറയാൻ വന്നത്. അവളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണുണ്ട്. ആണോടി? നാട്ടുകാർ നിന്നോട് ഇത് വന്ന് പറയുമ്പം നീ അതെന്റെ അച്ഛനോട് എന്ന് ചോദിക്കുന്ന കാര്യം എന്താടി? നീ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞുകൂടെ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലേ. നീ പറഞ്ഞിട്ടില്ലേ? നീ ചേട്ടൻ ഇന്നത്തെ ദിവസം എത്ര അടി അടിച്ചെന്നറിയാവോ? കള്ളാണെങ്കിൽ ഞാൻ 4 എണ്ണം അടിച്ചു. നിന്നെ അടിച്ചതാണെങ്കിൽ ഞാൻ എണ്ണിയില്ല കേട്ടോ. എന്നാ ഞാൻ എണ്ണിയിട്ടുണ്ട്. 46 അടി അടിച്ചു നിങ്ങള്. എന്നാ 4 അടി കൂടി കൂടുതൽ അടിക്കണം. അപ്പൊ നിനക്ക് ഉച്ചക്ക് 50 അടിക്കാം. നിങ്ങൾ എന്താന്ന് വെച്ചാൽ അവിടുത്തെ കാണിച്ചു. ഞാൻ പോവാണ്.